ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 31 വചനഭാഗങ്ങളിൽ നിന്ന് 64 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചത് ആരെ? കുറെ ജനതകളെ. 2. കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് എന്തിന്? ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും യുദ്ധാനുഭവമില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും. 3. കർത്താവ് ശേഷിപ്പിച്ച കുറെ ജനതകളിൽപ്പെട്ടവർ ആരെല്ലാം? ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. ഒന്നുകൂടെ പറയാം. ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. 4 വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയാണ് കർത്താവ് ശേഷിപ്പിച്ചത്. 4 വിഭാഗത്തിൽപ്പെട്ട ജനതകളെ കർത്താവ് ശേഷിപ്പിച്ചത് എന്തിന്? മോശ വഴി പിതാക്കന്മാർക്ക് കർത്താവ് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. 5. ഇസ്രായേൽ ജനം ആരുടെ ഇടയിൽ ജീവിച്ചു എന്നാണ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്? കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ. 6. കർത്താവ് ശേഷിപ്പിച്ച ജനതകളുടെ ഇടയിൽ വസിച്ച ഇസ്രായേൽ ജനം അവരുടെ ഇടയിൽ ജീവിച്ച് ചെയ്തതെന്ത്? 2 കാര്യങ്ങളാണ് ഇസ്രായേൽ ജനം ചെയ്തത്. അവരുടെ പുത്രിമാരെ പരസ്പരം വിവാഹം ചെയ്തു കൊടുത്തു. 2. ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. 7. ആരെ മറന്നുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചത്? ദൈവമായ കർത്താവിനെ. 8. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ഇസ്രായേൽ ആരെയാണ് സേവിച്ചത്? ബാൽ ദേവന്മാരെയും അഷേര പ്രതിഷ്ഠകളെയും. 9. കർത്താവിൻ്റെ കോപം ഇസ്രായേൽക്കാർക്കെതിരെ ജ്വലിക്കാനുള്ള കാരണം എന്ത്? ബാൽ ദേവന്മാരെയും അഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചതുകൊണ്ട്. 10. കർത്താവിനെതിരെ ഇസ്രായേൽ ജനം തിന്മ പ്രവർത്തിച്ചതുകൊണ്ട് കർത്താവ് ഇസ്രായേലിനെതിരെ ചെയ്തതെന്ത്? കർത്താവ് ഇസ്രായേൽ ജനത്തിനെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. 11. കുഷാൻ റിഷാത്തായിമിൻ ഏത് രാജ്യത്ത് രാജാവായിരുന്നു? മെസൊപ്പൊട്ടാമിയ. 12. ഇസ്രായേൽ ജനം കുഷാൻ റിഷാത്തായിമിനെ എത്ര വർഷം സേവിച്ചു? 8 വർഷം. 13. കാലബിൻ്റെ ഇളയ സഹോദരൻ ആരായിരുന്നു? കെനാസ്. 14. കെനാസിൻ്റെ പുത്രൻ്റെ പേര്? ഒത്നിയേൽ. 15. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് എന്തു ചെയ്തു? വിമോചകനെ നിയമിച്ചു. 16. വിമോചകനായി കർത്താവ് നിയമിച്ചതാരെ? കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ. 17. കെനാസിന്റെ പുത്രൻ ഒത്നിയേൽ ആരെയാണ് മോചിപ്പിച്ചത്? ഇസ്രായേൽ ജനത്തെ. 18. കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേൽ വന്നു? ഒത്നിയേലിൻ്റെ. 19. കർത്താവിൻ്റെ ആത്മാവ് ഒത്നിയേലിൻ്റെ മേൽ വന്നപ്പോൾ അവൻ എന്തു ചെയ്തു? ഇസ്രായേലിൽ ന്യായവിധി നടത്തി. 20. യുദ്ധത്തിന് പുറപ്പെട്ട ഒത്നിയേലിൻ്റെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചതാരെ? മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ. 21. ഒത്നിയേൽ കുഷാൻ റിഷാത്തായിമിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതുകൊണ്ട് രാജ്യത്ത് എന്ത് നിലവിൽ വന്നു? ശാന്തി. 22. ഒത്നിയേൽ മുഖേന രാജ്യത്ത്
എത്ര വർഷമാണ് ശാന്തി നിലനിന്നത്? 40 വർഷം. 23. 40 വർഷത്തിന് ശേഷം ഒത്നിയേലിന് എന്ത് സംഭവിച്ചു? ഒത്നിയേൽ മരിച്ചു. 24. ഒത്നിയേലിൻ്റെ മരണശേഷം ഇസ്രായേൽ ജനം എന്തു ചെയ്തു? കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. 25. കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തിനെതിരെ കർത്താവ് പ്രബലനാക്കിയത് ആര്? മൊവാബ് രാജാവായ എഗ്ലോനെ. 26. മൊവാബ് രാജാവ് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ ആരെയെല്ലാമാണ് കൂടെ കൂട്ടിയത്? അമോന്യരെയും അമലേക്യരെയും. 27. മൊവാബ് രാജാവ് കൈവശമാക്കിയ നഗരം. ഈന്തപ്പനകളുടെ നഗരം. 28. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു? 18 വർഷം. 29. എഗ്ലോന്റെ സേവനത്തിൽ അസന്തുഷ്ടരായ ജനം ആരുടെ മുൻപിൽ നിലവിളിച്ചു? കർത്താവിൻ്റെ മുൻപിൽ. 30. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിക്ക് മുൻപിൽ കർത്താവ് ചെയ്തതെന്ത്? ഒരു വിമോചകനെ നൽകി. 31. കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയ വിമോചകൻ ആര്? യേഹൂദ. 32. യേഹൂദയുടെ പിതാവ് ഗേര. 33. യേഹൂദ് ഏത് ഗോത്രജനായിരുന്നു? ബെഞ്ചമിൻ ഗോത്രജൻ. 34. യേഹൂദായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഇടത്തുകയ്യൻ. 35. മൊവാബ് രാജാവായ എഗ്ലോന് ഇസ്രായേൽ കാഴ്ച കൊടുത്തയച്ചത് ആരുടെ കയ്യിൽ? യേഹൂദായുടെ. 36. യേഹൂദ് തൻ്റെ വസ്ത്രത്തിനടിയിൽ കെട്ടിവെച്ചത് എന്ത്? 1 മുഴം നീളമുള്ള ഇരുവായ് തലവാൾ. 37. യേഹൂദ് 1 മുഴം നീളമുള്ള ഇരുവായ് തലവാൾ എവിടെയാണ് കെട്ടിവെച്ചത്? വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ. 38. എഗ്ലോൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? തടിച്ചു കൊഴുത്ത മനുഷ്യൻ. 39. യേഹൂദ് കാഴ്ച സമർപ്പിച്ചതിന് ശേഷം പറഞ്ഞയച്ചത് ആരെ? ചുമട്ടുകാരെ. 40. യേഹൂദ് എവിടെ വച്ചാണ് തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത്. 41. അല്ലയോ രാജാവേ, എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. ആര് ആരോട് പറഞ്ഞു? യേഹൂദ് എഗ്ലോനോട്. 42. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ അരികിൽ വന്നതാര്? യേഹൂദ്. 43. രാജാവിൻ്റെ അരികിൽ വന്ന യേഹൂദ് രാജാവിനോട് പറഞ്ഞതെന്ത്? ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. 44. ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് എന്ന് യേഹൂദ് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് എന്തു ചെയ്തു? എഴുന്നേറ്റ് നിന്നു. 45. എഴുന്നേറ്റ് നിന്ന എഗ്ലോനെ യേഹൂദ് എന്തു ചെയ്തു? വാൾ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. 46. യേഹൂദ് വാളെടുത്തത് വിവരിക്കുന്നത് എങ്ങനെ? യേഹൂദ് ഇടത്ത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്തു. 47. വാളോടൊപ്പം അകത്ത് കടന്നത് എന്ത്? വാളിൻ്റെ പിടിയും അകത്ത് കടന്നു. 48. വാൾ ഊരിയെടുക്കാതിരുന്നത് കൊണ്ട് അതിനെ മൂടിയത് എന്ത്? കൊഴുപ്പ്. 49. യേഹൂദ് വാൾ രാജാവിൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കിയതിനു ശേഷം ചെയ്തതെന്ത്? പൂമുഖത്തിറങ്ങി രാജാവിനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. 50. യേഹൂദ് പോയതിനു ശേഷം വന്നതാര്? പരിചാരകൻ. 51. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ പരിചാരകൻ ചിന്തിച്ചതെന്ത്? ദിനചര്യയ്ക്ക്
രഹസ്യമുറിയിലായിരിക്കുമെന്ന് ചിന്തിച്ചു. 52 കാത്തിരുന്ന് കുഴഞ്ഞ പരിചാരകർ മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ എന്തു ചെയ്തു? താക്കോൽ എടുത്ത് തുറന്നു. 53 വാതിലുകൾ തുറന്ന് അകത്ത് പ്രവേശിച്ച പരിചാരകർ കണ്ടതെന്ത്? രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നത്. 54 പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് രക്ഷപ്പെട്ടത് എവിടേക്ക്? ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയ്റായിലേക്ക്. 55 എവിടെ എത്തിയപ്പോഴാണ് ഏഹൂദ് കാഹളം മുഴക്കിയത്? എഫ്രായിം മലമ്പ്രദേശത്ത്. 56 ഏഹൂദ് കാഹളം മുഴക്കി കഴിഞ്ഞപ്പോൾ മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങിയത് ആര്? ഇസ്രായേൽ ജനം. 57 താഴേക്കിറങ്ങിയ ഇസ്രായേൽ ജനത്തോട് ഏഹൂദ് പറഞ്ഞതെന്ത്? എൻ്റെ പിന്നാലെ വരിക, കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മോവാബ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 58 ഏഹൂദിൻ്റെ പിന്നാലെ പോയ ഇസ്രായേൽ പിടിച്ചടക്കിയ പ്രദേശം. മോവാബിന് എതിരെയുള്ള ജോർദാന്റെ കടവുകൾ. 59 ഒരുവൻ പോലും രക്ഷപ്പെടാത്ത വിധം ഇസ്രായേൽ ജനം എത്ര മോവാബ്യരെയാണ് കൊന്നത്? 10,000-ഓളം. 60 ഏഹൂദിൻ്റെ നേതൃത്വത്തിൽ എത്ര വർഷമാണ് നാട്ടിൽ ശാന്തി നിലനിന്നത്? 80 വർഷം. 61 ഏഹൂദിൻ്റെ പിൻഗാമി ഷംഗാർ. 62 ഷംഗാറിൻ്റെ പിതാവ് അനാത്ത്. 63 ഷംഗാർ ചാട്ട കൊണ്ട് കൊന്നത് എത്ര പേരെ? 600 ഫിലിസ്ത്യരെ. 64 ഷംഗാർ എത്രാമത്തെ രക്ഷകനായിരുന്നു? 3-ാമത്തെ.